നമ്മളൊക്കെ വലിയ നബി സ്നേഹികളാണ്, നമ്മളൊക്കെ വലിയ മീലാദുൻ നബിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച് നാട്ടിലൂടെ നടക്കുന്നവരെ, നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പറയൂ, എത്ര സ്വഹാബിമാരുടെ പേരറിയാം, എത്ര സ്വഹാബിമാരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ഗുണപാഠങ്ങൾ അറിയാം. അതുകൊണ്ടാണ് നബി തങ്ങളെ സ്നേഹിച്ച സ്വഹാബിമാരുടെ കൂട്ടത്തിലെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ജീവനേക്കാൾ സ്നേഹിച്ച ചരിത്രമുണ്ട്. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണവർ. ശത്രുക്കൾ നിരന്തരമായി മുകളിൽ നിന്ന് അമ്പെയ്യാൻ തുടങ്ങുകയാണ്. അവർക്ക് വേണ്ടത് നബിതങ്ങളെയായിരുന്നു. പക്ഷേ തന്റെ സ്വന്തം ശരീരം കൊണ്ട് നബിതങ്ങളുടെ മേലേക്ക് തറക്കാനിരിക്കുന്ന ഓരോ അമ്പുകളും നെഞ്ചേറ്റു വേടിച്ചവരായിരുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രവാചകന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. ജീവൻ കൊടുക്കുകയാണ്. 70ഓളം അമ്പുകളാണ് പ്രിയപ്പെട്ടവരെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പച്ച ശരീരത്തിൽ കണ്ടത്. ആർക്കു വേണ്ടിയാ? തന്റെ നേതാവിന്റെ മേല് രക്തം വീഴാൻ പാടില്ല. എന്നെക്കാൾ, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെക്കാൾ, എന്റെ മാതാപിതാക്കൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിട്ട് പറയാണ്, ഒരു ദിവസം യുദ്ധമെല്ലാം കഴിഞ്ഞ് പിന്നീട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മൻ സറഹു അയൻളുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർള്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ ഷഹീദെന്ന് വിളിക്കാൻ അയാൾ യുദ്ധത്തിൽ മരിക്കണം. എന്നാൽ ഇതാ നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾക്കാർക്കെങ്കിലും നടന്നുകൊണ്ട് പോകുന്ന ഒരു ഷഹീദിനെ കാണാൻ മോഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, നോക്കിക്കോ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ നടന്നു പോകുന്ന ഒരു ഷഹീദാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് ശരിക്കവർ കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ചേർത്ത് വെക്കാം, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇതൊന്നും പഠിക്കാതെ നമ്മളൊക്കെ മുസ്ലിമാണ്, നമ്മളൊക്കെ ഇതിന്റെ വലിയ നേതാവാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതൊന്നും ഒരു മാസത്തിൽ, ഒരു കൊല്ലത്തിൽ ഒരിക്കൽ പറയേണ്ട ചരിത്രങ്ങളല്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒരു കറുത്ത മനുഷ്യനായി, ഒരു കാലഘട്ടത്തിൽ ഒരു അടിമയായി കുത്തും മടിയും ചവിട്ടുമേറ്റ് ഒരു നീചമായ അവസ്ഥയിലേക്ക് കടന്നുപോയ വളരെ കരയേണ്ടുന്ന ചരിത്രമായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാം. ഇസ്ലാമിലേക്ക് അങ്ങ് വരികയാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ്, അല്ലാഹു അഹദ് എന്ന് ധീരയോദ്ധാവായി പ്രഖ്യാപിക്കുകയാണ്. ശരീരത്തിലെമ്പാടും മുറിവുകൾ ഏൽക്കുമ്പോഴും ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കുമ്പോഴും ദീനിനെ വിട്ടൊഴിയാൻ തയ്യാറായില്ല, മതത്തിനെ മാറ്റാൻ തയ്യാറായില്ല, പ്രവാചകനെ ധിക്കരിക്കാൻ തയ്യാറായില്ല. ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചതാ ഇസ്ലാം സ്വീകരിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുഅദ്ദിനായി സുന്ദരമായ ബാങ്കുലി ശബ്ദം കൊണ്ട് ഇസ്ലാമിന് നേതൃത്വം കൊടുത്തു. ബാങ്ക് കൊണ്ട്, സുന്ദരമായ ശബ്ദം കൊണ്ടെന്ന് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വഫാത്തങ്ങ് കഴിഞ്ഞു. വഫാത്തങ്ങ് കഴിഞ്ഞപ്പോ മദീന അതാ ശാന്തമാവുകയാണ്. ആ പള്ളിയിൽ ഇരുന്ന് ബാങ്ക് വിളിക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞു. എന്തേ? നേതാവ് ജീവിച്ചിരിപ്പില്ലാത്ത ഈ നാട്ടിൽ എന്റെ ശബ്ദം ഉയരാൻ എനിക്ക് കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം വാങ്ങി, ഞാൻ മദീനയിൽ നിന്ന് പോവാണ്, ഞാൻ ഇനി മദീനയിൽ നിൽക്കണില്ല, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. എന്റെ നേതാവില്ലാത്ത, എന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മദീനയിൽ ഞാൻ ഇനി എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതപ്രകാരം നാട് വിടുകയാണ്. കാലങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞു. പിന്നീട് ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വീണ്ടും കൊതിയായി ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി, ആ ബിലാലിന്റെ സുന്ദരമായ ശബ്ദമൊന്ന് കേൾക്കാൻ വല്ല വകുപ്പുമുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തിരിച്ചു വിളിച്ചു, വീണ്ടും മദീന പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. നിങ്ങളുടെ ബാങ്ക് ഒന്ന് കേൾക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ബാങ്ക് കൊടുപ്പിച്ചു. പക്ഷേ ആദ്യത്തെ വാചകങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ അവസാനം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ പേരുച്ചരിക്കുന്ന നാമങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വിതുമ്പാൻ തുടങ്ങി. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. എന്താണ് അവർ ചെയ്തത്? ഒരു നേതാവിനെ ഇത്രമാത്രം മകമഴിഞ്ഞ് സ്നേഹിച്ചു അവർ. ചുരുങ്ങിയ കൊല്ലം കൊണ്ട് മാത്രം ജീവിച്ചവർ പോലും. എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് പറയാം. ധീരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിന്റെ മരുമകനായിരുന്നു. 4ാമത്തെ ഖലീഫയാണ്. സ്വർഗാവകാശികളുടെ പേര് രേഖപ്പെടുത്തിയതിൽ പെട്ടതാണല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ നബിനെ എങ്ങനെയാ സ്നേഹിച്ചിരുന്നത്? ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയാണ്, നബിനെ സ്നേഹിക്കണില്ല എന്നോ സ്നേഹിക്കാൻ പാടില്ല എന്നോ ഒരൊറ്റ മനുഷ്യൻ ഇവിടെ പറയണില്ല.
കൃത്യമായി സംസാരം ശ്രദ്ധിക്കുക. പ്രവാചകനെ സ്നേഹിക്കണമെന്ന് 100 വട്ടം പറയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാ സ്നേഹിച്ചിരുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിലമതിപ്പുള്ള സമ്പത്തിനേക്കാൾ സ്നേഹം നബിനോടായിരുന്നു. നമുക്ക് നമ്മുടെ കച്ചവടത്തിന്റെ 5 മിനിറ്റ് ജമാഅത്തിന് ഒഴിവാക്കാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ ജുമാക്ക് ഒരു 10 മിനിറ്റ്, ബാങ്കിന് 10 മിനിറ്റ് മുമ്പ് എത്താൻ കഴിയുന്നില്ല. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ സിന്ദാബാദിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ മീലാദുൻ നബിന്റെ ആളുകളാണ്, ഞങ്ങൾ നബിനെ സ്നേഹിക്കുന്നവരാണ്. എന്ത് സ്നേഹമാണ് നമുക്ക് പറയാനുള്ളത്? ജീവിതത്തിലേക്ക് എടുത്തു വെക്കണം. നമ്മൾ നമ്മളെ പറ്റി പരിശോധിക്കണം. അലി റളിയല്ലാഹു പറയാൻ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ വലുത് ഞങ്ങൾക്ക് നേതാവായിരുന്നു. ഔലാദിനാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെക്കാൾ ഞങ്ങൾക്ക് വലുത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. വാബായിനാ, ഞങ്ങളുടെ പിതാക്കന്മാരെക്കാളും, ഉമ്മഹാത്തിനാ, ഞങ്ങളുടെ ഉമ്മമാരെക്കാളും, വമിനൽ മാഇൽ ബാരിദി അലൽ ലമഇ, ദാഹിച്ച് വലഞ്ഞ് ഞങ്ങൾ കയറി വരുമ്പോ കിട്ടുന്ന തണുത്ത വെള്ളത്തെക്കാളും ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനോടായിരുന്നു. ഇതൊക്കെ വിലപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ സ്ഥാനം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ വരേണ്ടത്. പക്ഷേ സുഹൃത്തുക്കളെ, ഇതൊക്കെ സഹാബിമാരുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ കൂടെ നബി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലായിരുന്നു. അന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. ഇന്ന് ഞാനും നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കിടയിൽ ആ നേതാവില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? സഹോദരന്മാരെ, ഉലമാക്കന്മാർ ഇത് രേഖപ്പെടുത്തി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക സ്നേഹത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ നബിനെ ശരിക്കൊന്ന് വിശ്വസിക്കലാണ്. നല്ല നബിയിലൊരു പൂർണ്ണമായ വിശ്വാസം വേണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും റസൂലിലും ശരിക്ക് വിശ്വസിച്ചവരാണ്. അല്ലാഹു പോരാ, റസൂലിലും വിശ്വസിച്ചവരാണ്. സുമ്മലം യർതാബു, പിന്നെ സംശയിക്കാത്തവരാണ്. ആരെങ്കിലും എന്തെങ്കിലും നിരീശ്വര നിർമ്മതവാദികൾ കൊണ്ടുവന്ന് തരുന്ന കള്ള ഹദീസുകൾ കേട്ടിട്ട് പിന്നെ ആകെ കൂടി സംശയം നടിച്ച് ദീനൊഴിവാക്കുന്നവരെല്ലാം സുമ്മലം യർതാബു, നന്നായി പഠിച്ച് വിശ്വസിച്ചിട്ട് പിന്നെ സംശയിക്കാത്തവരാണ്. വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, പിന്നീട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് ജിഹാദ് നടത്തുന്നവരാണ്. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. അതുകൊണ്ട് ആ പ്രവാചകരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പ്രവാചകനാണെന്നത്, നബിതങ്ങൾക്കുള്ള മുഅ്ജിസത്ത്, നബിതങ്ങളുടെ സംസാരങ്ങൾ, നബിതങ്ങളുടെ ജീവചരിത്രങ്ങൾ, അതിനെ ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ സാധ്യമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ് സംഭവം നടന്നു. പലർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചന്ദ്രൻ പിളർന്ന സംഭവം കാണിച്ചു കൊടുത്തു, പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒട്ടകം നബിയോട് സംസാരിച്ചു, മരം നബിയോട് സംസാരിച്ചു, ഈന്തപ്പന നബിക്ക് തണലിട്ട് കൊടുത്ത സംഭവങ്ങളുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കുക, മരം സംസാരിക്കേ, ഒട്ടകം സംസാരിക്കേ? അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇവനൊന്നും പ്രവാചക വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്ക് എത്തിയിട്ടില്ല. നിന്റെ ഇത്ര പോന്ന ബുദ്ധി കൊണ്ടൊന്നല്ലടോ പ്രവാചകന്റെ ചരിത്രം നീ വിശ്വസിക്കേണ്ടത്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബിതങ്ങൾ സംസാരിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ, വിശ്വസിക്കാനുള്ള കരുത്തുണ്ടാവണം. അവനെയാണ് മുഅ്മിനെന്ന് വിളിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കുന്നവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല, പറഞ്ഞ് ഒരു സന്ദർഭവുമില്ല. അതുകൊണ്ട് ആ പ്രവാചകന്റെ സംസാരം പൂർണ്ണമായി സത്യമാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? നബിനെ വിശ്വസിക്കണം. നബി തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ത്വാഅതുഹു ഫീമാ അമർ. നബി എന്തൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അത് അനുസരിക്കണം. ഇതൊന്നുമില്ലാതെ സ്നേഹം ഉണ്ടാവില്ല. നബി തങ്ങൾ പറഞ്ഞ ഒരു കൽപ്പനയും അനുസരിക്കാതെ നടക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാ സ്നേഹം ഉണ്ടെന്ന് പറയാൻ കഴിയുക? പ്രവാചകർ പഠിപ്പിച്ച കാര്യങ്ങളെ അനുസരിക്കാൻ സാധിക്കണം. തസ്ദീഖുഹു ഫീമാ ഖബർ, പ്രവാചകർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കണം. വജ്തിനാബു മാ നഹാ അൻഹു, നബി തങ്ങൾ എന്തൊക്കെ വിരോധിച്ചോ അതൊക്കെ ഒഴിവാക്കണം. പലിശ ഒഴിവാക്കിയവനാണ് പ്രവാചക സ്നേഹി.
മദ്യപാനം ഒഴിവാക്കിയവനാണ് പ്രവാചക സ്നേഹി. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകളെ ഓർത്തുകൊണ്ട് നീ ഏതെങ്കിലും ഹറാമിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹു നിനക്ക് അതിനേക്കാൾ ഹൈറായത് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് മുഴുവൻ സകല തിന്മകളോടും പ്രവാചക സ്നേഹികൾ വിട പറയുമ്പോഴാണ് മുഅ്മിനാകുന്നത്. നബി പഠിപ്പിച്ചതായ മാർഗത്തിലാണ് ശർആയി മതമായി അള്ളാഹനെ ആരാധിക്കേണ്ടത്. പ്രവാചകർ പഠിപ്പിച്ച പോലെ ദീനിന്റെ ആരാധനകളിലേക്ക് കടന്നു വരണം. എന്നിട്ട് ആ പ്രവാചകരെ പിൻപറ്റാൻ നമുക്ക് സാധ്യമാകണം. നല്ല വിശ്വാസം വേണം, നല്ല ഇത്തിബാ വേണം. ഈ വാക്ക് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇത്തിബാ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ജീവിതത്തിൽ പകർത്തണം, പിൻപറ്റണം. അവനാണ് വിശ്വാസം. അവരാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ആളുകൾ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അഅറാഫ് സൂറത്ത് പറയാ, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. അള്ളാഹു അവന്റെ കാരുണ്യം രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ പറ്റുന്നവരാണ് യത്തഖൂന, തഖ്വ പാലിക്കുന്നവർ. വയുതൂന സകാത്ത്, സകാത്ത് കൊടുക്കുന്ന ആളുകൾക്ക്. വല്ലദീനഹും ബിആയാതിനാ യുഅ്മിനൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. പിന്നെ ആർക്കാ? അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ, നിരക്ഷരനായ റസൂലായ നബിയായ പ്രവാചകരെ ശരിക്ക് പിൻപറ്റുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്. ആ പ്രവാചകനെ പിൻപറ്റൽ വലിയ കാര്യമാണ്. എന്താ പിൻപറ്റുക? അതുപോലെ അനുസരിച്ച് ആ മാതൃകയുണ്ടാക്കുക. നമുക്ക് അള്ളാഹിനെ സ്നേഹിക്കണോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്താ? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അതേതാ പറഞ്ഞത്? ആ നന്മകളും തിന്മയുടെയും വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച, പ്രവാചകർ പഠിപ്പിച്ച മാർഗത്തെ പിൻപറ്റാൻ സാധിക്കണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹ് നമ്മളെ സ്നേഹിക്കാനുള്ള നിബന്ധന, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിലൊക്കെ പ്രവാചകരെ ഇത്തിബാ ചെയ്യണം. അതൊരു നല്ലൊരു വാക്കാണ്. എന്തുകൊണ്ടാ? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ പറയുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ അനുസരിച്ചു കൊണ്ടാണ് സ്നേഹിക്കുക. ഒരു മനുഷ്യൻ പറയണ മുഴുവൻ കാര്യങ്ങളും എതിർത്ത് സംസാരിച്ച് ചെയ്യാതെ മാറി നിന്നിട്ട് ഒരാൾ പറയണം എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നീ പറയുന്നത് നുണയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കുകൾ ചേർത്ത് വെച്ചോ. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ലൗ കാന ഹുബ്ബുക സാദിഖൻ, നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ലഅതഅതഹു, ആ നബി പറഞ്ഞതൊക്കെ നീ അനുസരിക്കും. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ അനുസരിക്കുന്നവനായിരിക്കും. നബി തങ്ങൾ താടി വെക്കാൻ പറഞ്ഞു, താടി വെക്കുന്നവനെ സ്നേഹിക്കണം. നബി തങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് വരാൻ പറഞ്ഞു, പോകുന്നവൻ നബിനെ സ്നേഹിക്കുകയാണ്. ദിക്റുകളും സലാത്തുകളും അടക്കമുള്ള ഓരോ നന്മകൾ എണ്ണി പറഞ്ഞു. ഭാര്യയോട് ഭർത്താവിനോട് മാന്യമായി പെരുമാറാൻ പഠിപ്പിച്ചു. കളവ് പറയരുതെന്ന് പറഞ്ഞു. ഏഷണി പരദൂഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ നബി പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നതോടെ നമ്മൾ നബിനെ സ്നേഹിക്കുന്ന ആളായി മാറി. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെ ഒതൊന്നും ഒഴിയാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സുന്നത്തായ മാർഗം നമ്മൾ മുറുകെ പിടിക്കലാണ് യഥാർത്ഥ സ്നേഹം. വമൻ അഹബ്ബ സുന്നത്തി, ആര് എന്റെ സുന്നത്തുകളെ സ്നേഹിക്കുന്നുവോ അവൻ എന്നെ സ്നേഹിക്കുകയാണ്. നബിന്റെ സുന്നത്തുകളോട് ഭയങ്കര പുച്ഛവും നീരസും വെറുപ്പും, സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവനെ മുഴുവൻ പരിഹസിച്ച് നടക്കുക. എന്നിട്ടും ഒരാൾ പറയാൻ ഞങ്ങൾ പ്രവാചക സ്നേഹി എന്ന് പറഞ്ഞാലോ അംഗീകരിക്കില്ല. എന്തുകൊണ്ടാ? വമൻ അഹബ്ബനി കാന മഈഹി ഫിൽ ജന്ന, എന്റെ സുന്നത്തിനെ സ്നേഹിച്ച് എന്നെ സ്നേഹിക്കുന്നവരായാൽ അവർ എന്റെ കൂടെ സ്വർഗത്തിലാണ്. നേരെ തിരിച്ചു മനസ്സിലാക്കിക്കോ. ഫമൻ റഗിബ അൻ സുന്നതി, എന്റെ സുന്നത്തിനെതിരായിട്ട് ആരെങ്കിലും നീങ്ങിയാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. നബി പഠിപ്പിച്ച സുന്നത്തിനെതിരെ ജീവിച്ചിട്ട് ഞാൻ നബി സ്നേഹിയാണെന്ന് പറയുന്നവർ ആലോചിച്ചോ. നബി പഠിപ്പിക്കാത്ത ചര്യകളും ആചാരങ്ങളും കൊണ്ടുവന്നാൽ അത് സ്നേഹമാകും. ഒരൊറ്റ ഉദാഹരണം,
എന്നത് മതി. ഈ ഒരു മാസത്തേക്ക് നിറക്കാനുള്ളത് ഒറ്റ സംഭവം മാത്രം പറയാ. ഓരോ വർഷങ്ങളും കടന്നു വരുമ്പോ എന്തെല്ലാം പ്രചരണങ്ങളാണ്. ഇസ്ലാമിലില്ലാത്ത 2 പെരുന്നാൾ എന്ന ആഘോഷത്തിന് പുറമെ 3ാമതൊരു ആഘോഷമുണ്ടാക്കി. ഈ ആഘോഷമുണ്ടാക്കിയിട്ട് അതിന് നബിദിനാഘോഷത്തിന്റെ പേര് പറഞ്ഞ് കൊണ്ടു നടക്കുകയാണ്. സഹോദരങ്ങളെ, പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ചരിത്രം പഠിച്ചോ. ഇത് ആര് തുടങ്ങിയതാണ്? അവിടേക്ക് നമ്മൾ പോകേണ്ടത്. നിസ്കാരം എവിടുന്ന് തുടങ്ങിയത്? 14 നൂറ്റാണ്ട് മുമ്പ്. സ്വലാത്ത് എവിടുന്ന് തുടങ്ങിയത്? 14 നൂറ്റാണ്ട് മുമ്പ്. മീലാദുൻ നബി, നബിദിനാഘോഷം എവിടുന്ന് തുടങ്ങിയതാ? മഹാനായ പണ്ഡിതൻ ഇമാം തഖിയുദ്ദീനുൽ മഖ്രിസി റഹിമഹുല്ലാഹ് പറയുന്നു, ഇത് ഷിയാക്കൾ ആരംഭിച്ചതാണ്. ഏത് ഷിയാക്കൾ? ഷിയാക്കളിലെ ഗുലാത്തുകളായ അതിരുവിട്ട ചിന്താഗതിക്കാരായ ഫാത്തിമിയാക്കളും ഉബൈദിയാക്കളും ആരംഭിച്ചതാണ്. എന്തിനാണ് അവരത് തുടങ്ങിയത്? അവർ ആഘോഷിക്കുന്നവരാണ് ആമൽ ജദീദ്. പുതിയ ഹിജ്റ വർഷം വരുമ്പോ അന്ന് ന്യൂ ഇയർ ആഘോഷം അവർക്കുണ്ട്. ഷിയാക്കളിൽ ഫാത്തിമിയാക്കൾക്ക് മുഹറം 10 അന്ന് ആഘോഷമുണ്ട്. നമുക്കൊക്കെ നോമ്പുള്ളൂ, അവർക്ക് ആഘോഷമാണ്. വമൗലിദുൻ നബി, നബിന്റെ മീലാദ് അവർ ആഘോഷിക്കുന്നു. വമൗലിദു അലി വഹസൻ വഹുസൈൻ വഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലിയാർദങ്ങളെ, ഹസൻ, ഹുസൈൻ തുടങ്ങി ഫാത്തിമ റളിയല്ലാഹു അൻഹ വരെയുള്ള ആളുകളുടെ ഒക്കെ മീലാദ് ആഘോഷിക്കുന്നവരാണ് ഇവർ. അവരാണ് ചരിത്രത്തിൽ ഇത് ആദ്യം തുടക്കം കുറിച്ചത്. മനസ്സിലാക്കിക്കോ. നബി തങ്ങളല്ല, സ്വഹാബത്തല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങളല്ല. ഇനി പോട്ടെ, ഷിയാക്കളെ നമുക്ക് മാറ്റിവെക്കാം. അഹ്ലു സുന്ന എന്ന് ബാക്കിയുള്ളവരെയാണല്ലോ വിളിക്കുക. അവരിൽ ആരാ ഇത് തുടക്കം കുറിച്ചത്? ഹിജ്റ 630 കാലഘട്ടങ്ങളിൽ ഭരണം നടത്തിയ മലിക്കുൽ മുദഫർ എന്ന ഒരു രാജാവ് ഉണ്ടാക്കിയതാണ്. സഹോദരങ്ങളെ, ഹിജ്റ 600 എന്ന് പറഞ്ഞ നബിതങ്ങളുടെ മരണം കഴിഞ്ഞ് 600 വർഷം കഴിഞ്ഞിട്ട്. അപ്പോ ആദ്യ കാലഘട്ടത്തിലെ സ്വഹാബത്ത് എവിടെ? താബിഈങ്ങൾക്കുണ്ടോ? താബിഈങ്ങൾക്കുണ്ടോ? ഇല്ല. ഇയാൾ ആരാണ്? ഇത് നമ്മൾ പറഞ്ഞതല്ല, ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ കാണാം. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മലിക്കുൽ മുദഫർ ധീരനാം ഒരു രാജനാ, മൗലൂദ് കഴിക്കാൻ ഏറ്റവും പ്രിയമുള്ളനാ. ഒരു രാജാവ് മലിക്കുൽ മുദഫർ എന്ന ഭരണാധികാരി ഉണ്ടാക്കിയതാണ്. ഇതിന് ദീനിന്റെ ഒരു അസുലുമില്ല, ഒരു മദ്ഹബിന്റെ കിതാബിലുമില്ല. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ രേഖപ്പെടുത്ത ഇമാം സഖാവി റഹിമഹുല്ലാഹ് പറയാ, മുൻകാലത്തുള്ള സഹാബത്തിനും സലഫുകൾക്കും ഇത് പരിചയമില്ല. ഇമാം ഫാഖഹാനി പറയാ, ഇതൊക്കെ പിൽക്കാലത്ത് അഖാലൂന, ചില തീറ്റക്കൊതിയന്മാരും ഷഹവാത്തുകളെ, ദേഹേച്ഛകളെ പിൻപറ്റുന്ന സ്വാർത്ഥന്മാരും ഒക്കെ ഉണ്ടാക്കിയതാണ്. ദീനുമായി ഇതിന് ബന്ധമില്ലെന്ന് എത്ര കൃത്യമാണ്. എന്നിട്ട് ഓരോരുത്തർ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുക. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലെ ഒരു വാളുമായി ബന്ധപ്പെട്ട ചരിത്രമെടുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചരിത്രത്തെ വളച്ചൊടിച്ചതുപോലെ പിൽക്കാലത്ത് ഇതേപോലെ പുരോഹിതന്മാർ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ലാത്ത നബി തങ്ങൾ മാതൃക കാണിക്കാത്തത് കൊണ്ടുവന്നിട്ട് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ സന്തോഷിച്ചില്ലേ? ഇത് ഞങ്ങളുടെ നേതാവ് വന്ന മാസാണ്, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുമെന്ന് പറയുന്ന ഈ പമ്പര വിഡ്ഢികളോട് ദീനൊന്ന് പഠിക്കണേ എന്നും മാത്രമേ പറയാൻ പറ്റൂ. ഒന്നും നമുക്ക് സംസാരിക്കാനില്ല, തർക്കിക്കാനില്ല. നിങ്ങൾ ഇതിന്റെ ദീനിയായ മാനദണ്ഡം ഒന്ന് പാലിക്കണേ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനറിഞ്ഞുകൊണ്ട് പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ പിൻപറ്റി സ്നേഹിക്കുക. ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, വീട്ടിൽ, കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പ്രവാചക മാതൃക പിൻപറ്റി ശരിയായ മുത്തഖീങ്ങളായി ജീവിക്കാൻ നാം ആത്മാർത്ഥമായി ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി പൊട്ടുന്ന, മുട്ടി തുറക്കുന്ന നബിതങ്ങൾ പോലും രോഗം കൊണ്ട് പ്രയാസപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കണം. തലവേദന ആരംഭിച്ചു, മരണകാരണമായ രോഗത്തിന്റെ ഒരു തുടക്കമായിരുന്നു. അങ്ങനെ രോഗം വന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിക്കൊണ്ട് 11 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി. നിസ്കരിക്കാൻ പോയി എന്നല്ല പറഞ്ഞു, നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ രോഗം കൊണ്ട്, വിഷമം കൊണ്ട് അനുഭവിക്കുമ്പോൾ പോലും പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് പറഞ്ഞ് ജമാഅത്ത് നമസ്കാരത്തിൽ മൈൻഡ് ചെയ്യാത്തവർ, ആ നമസ്കാരത്തിന്റെ പ്രത്യേകത ഉൾക്കൊള്ളാത്തവരൊക്കെ മനസ്സിലാക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കണം, അവിടെ കഴിയണമെന്ന് നബി തങ്ങൾക്ക് ഈ രോഗാവസ്ഥയിൽ ആഗ്രഹം തോന്നി. ഓരോ ദിവസവും ചോദിക്കും, ആയിഷ ബീവിന്റെ വീട്ടിൽ എന്റെ അവസരം എന്നാണ്?
അങ്ങനെ അവസരം ഒത്തുവന്ന സമയത്ത് എല്ലാവരോടും തന്റെ താല്പര്യം ആവശ്യപ്പെട്ടു. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് സ്വഹാബിമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കാലുകൾ നിലത്തുകൂടെ വലിച്ചിഴച്ച് ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുകയാണ്. ആലോചിക്കണം, നടക്കാൻ കഴിയാത്ത അത്രയും പ്രയാസം അനുഭവിക്കും. ആ നേതാവിന്റെ ആ ദിവസങ്ങൾ ശക്തമായ വേദനയായിട്ട് തലയിൽ ഒരു കെട്ട് തുണി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അവശത കാരണം കൊണ്ട് രണ്ട് കാലും നിലത്തങ്ങ് വലിച്ചഴച്ചുകൊണ്ടാ പോകുന്നത്. നേരെ ആയിഷാ ബീവിന്റെ വീട്ടിലേക്ക് എത്തി. ഖുത്ബ കേൾക്കുന്ന, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, ഭാവിയിൽ ഇത് കേൾക്കാൻ പോകുന്നവർ നോക്കൂ നിങ്ങൾ, തന്റെ ഭർത്താവ് രോഗവുമായി വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോ നമ്മളൊക്കെ മനസ്സിലേക്ക് ആദ്യം കയറി വരിക കുറെ ഇംഗ്ലീഷ് ഗുളികകളുടെ പേരായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾ പറയും ഇന്ന ആയുർവേദം കാണിക്കുക, അല്ലെങ്കിൽ ഇന്ന ഹോമിയോ, അല്ലെങ്കിൽ യുനാനി, അല്ലെങ്കിൽ അക്യുപഞ്ചർ, എന്തെങ്കിലുമൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി വലിയ വലിയ ഹോസ്പിറ്റലുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. ആയിഷ റളിയല്ലാഹു അൻഹന്റെ അടുക്കലേക്ക് രോഗിയായി ഭർത്താവ് കയറി വന്നപ്പോ ആയിഷ ബീവിക്ക് ആദ്യം കിട്ടിയത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതെത്ര പേര് ചികിത്സിച്ചിട്ടുണ്ട്? മറ്റൊന്നും വേണ്ടാന്നല്ലേ പറയണത്? മതപരമായ ചികിത്സ നമ്മളൊക്കെ ഒഴിവാക്കി വെച്ചിരിക്കുകയാണോ? ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ കൈകൊണ്ട് നബിക്ക് ഇങ്ങനെ ഓതിക്കൊടുത്ത് നബിന്റെ കൈകൊണ്ട് മേലാകെ തടവിക്കൊടുത്തു. ആ കൈയിന്റെ ബറക്കത്ത് ആയിഷ ഹബീബിന്റെ കൈയിനില്ലല്ലോ. അങ്ങനെ തടവിക്കൊടുത്ത് രോഗത്തിന്റെ ചികിത്സ. അവിടെ ഭർത്താവിനെ ചീത്ത പറയല്ല, അത് നിങ്ങൾ കാരണം കൊണ്ടാണ്, നിങ്ങൾ നടക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ മഴ കൊണ്ടതുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്നൊന്നും പരാതി പറയാതെ കൃത്യമായ നല്ല രൂപത്തിലുള്ള ചികിത്സ ആരംഭിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സംഭവം രേഖപ്പെടുത്തി ഹദീസിൽ കാണാൻ സാധിക്കുകയാണ്. ശക്തമായ തലവേദന. ആലോചിക്കല്ലോ, ഇവിടെ മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. നമുക്ക് അതിന്റെ വേദന ഒന്ന് പൊറുതിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. ഒന്ന് എവിടെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന് തോന്നിപ്പോവും. ഒരു വെയിലടിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് തലവേദനിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാകും. ഈ ശക്തമായ തലവേദന വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഒന്ന് തലയിലൂടെ വെള്ളമൊഴിച്ചു തരൂ, ഒരു ആശ്വാസം കിട്ടാൻ തണുത്ത വെള്ളം ഒഴിച്ചു തരൂ. അവര് സഹാബത്ത് സഹായം ചെയ്തു കൊടുത്തു, വെള്ളമൊഴിച്ചു കൊടുത്തു. ചെറിയ ഒരു ആശ്വാസം കിട്ടിയപ്പോ പതുക്കെ പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളി ഒഴിവാക്കാൻ കഴിയില്ല. നേരെ പള്ളിയിലേക്ക് പോയി ആ മദീനയിലെ പ്രസിദ്ധമായ റൗദയുടെ അടുത്തുള്ള മിമ്പർ ഉണ്ടല്ലോ, മിമ്പറിൽ അങ്ങ് കയറി ഇരുന്നിട്ട് പറഞ്ഞു, ഇന്നഅബ്ദൻ ഖയ്യറഹുല്ലാഹ് ബൈന യുതിയഹു മിൻ സഹറത്തിദ് ദുനിയാ മാഷാ. ഒരടിമക്ക് അല്ലാഹു ദുനിയാവിന്റെ സൗകര്യങ്ങൾ, അലങ്കാരങ്ങൾ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. വബൈനമാ ഇൻദഹു, അല്ലാഹുവിന്റെ അടുത്ത് ഒരുക്കി വെച്ചതും തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. ഫഖ്താറ മാ ഇൻദഹു, ആ അടിമ അല്ലാഹുവിന്റെ അടുത്തുള്ള സൗകര്യങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. സ്വഹാബിമാർക്കൊന്നും മനസ്സിലായില്ല, ആരെ പറ്റിയാ പറയുന്നത്, എന്താ ഈ പറയുന്നത്? ഒരാൾക്ക് മനസ്സിലായി. ആ മനസ്സിലായത് ആർക്കെന്നറിയോ? തന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് നബിനെ പറ്റിയാണ്, ഇത് നബി തങ്ങളുടെ മരണത്തെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കി. സുഹൃത്താണെങ്കിൽ ഒരു ചെറിയ സൂചന മതിയാകും, പറയേണ്ടതില്ല. പെട്ടെന്ന് മനസ്സിലാക്കി. ഫബക്കാ അബൂബക്കർ. സുഹൃത്തുക്കളെ, മരിച്ചിട്ടില്ല, മരിക്കാൻ പോകുന്നെന്ന സൂചന കേട്ടപ്പോഴത്തേക്ക് ഫബക്കാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് അങ്ങ് കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. വഖാല ഫിദൈനാക ബിആബായിനാ വഉമ്മഹാതിനാ ഫഅജിബ്നാ ലഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വികാര നിർഭരനായി സംസാരിച്ചു. ഇത് നബിനെ പറ്റിയാണ് പറയുന്നത്. നബി അള്ളാന്റെ അടുത്തുള്ള പരലോകത്തിന് ഒരുങ്ങാൻ തീരുമാനിക്കുകയാണെന്നുള്ള മനസ്സിലാക്കി. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുകയാണ്. ഈ നാട്ടിൽ ഒരുപാട് സഹാബിമാരുണ്ട്, ഞാൻ ഒരുപാട് മനുഷ്യരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന മിന്ന മന്നിന്നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കർ. എനിക്കെന്റെ ജീവിതത്തിൽ ഏറ്റവും വിശ്വസ്തതയുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അബൂബക്കറിനെയാണ്. അവരുടെ കൂടെയുള്ള സമ്പത്തിലാണ്, അവരുടെ കൂടെയുള്ള ജീവിതമാണ്. ഈ ലോകത്തൊരു മനുഷ്യന് എന്റെ ജീവിതത്തിൽ ഖലീലാകാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ ഉമ്മത്തിൽ അബൂബക്കറിനെ ഖലീലാക്കുമായിരുന്നു.
എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വിശ്വസിച്ച് എല്ലാ ഘട്ടങ്ങളിലും താങ്ങും തണലുമായി കൂടെ നിന്ന ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേണ്ടുന്ന ഒരു ശ്രദ്ധ കൊടുത്ത സ്വഹാബത്തിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടുള്ള അംഗീകാരത്തിന്റെ സൂചനയായി മരിക്കുന്നതിന്റെ തൊട്ട് 5 ദിവസങ്ങൾക്ക് മുമ്പ് ഉപദേശിക്കുകയാണ്. ഇതൊന്നും നമുക്ക് കിട്ടാനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ പറയാനുള്ളതൊക്കെ നേരത്തെ കൂട്ടി പറയണമെന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് മക്കളോട് വസിയത്തുകളായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി വെക്കണം എന്നാണ്. നേരം പുലരുമ്പോ നമ്മൾ ഉണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുകയാണ്. അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തിദ് ദുനിയാ. എന്റെ ഉമ്മത്തിൽ എനിക്ക് ഏറ്റവും പേടി തോന്നുന്ന കാര്യം നിങ്ങൾക്ക് ദുനിയാവിന്റെ എല്ലാ സഹറത്തുകളും നിങ്ങൾക്ക് പുറത്താകുമോ? നിങ്ങൾക്ക് ദുനിയാവിലെ എല്ലാ ബറക്കാത്തുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടുമോന്നാണ് ഞാൻ പേടിക്കുന്നത്. ഒരുപാട് സമ്പത്തുണ്ടായിട്ട് ബറക്കാത്തുള്ളതില്ലാതെ പോകുമോ എന്ന് എനിക്ക് പേടിയാണ്. അടുത്ത ഉപദേശം കേൾക്കണം. മരിക്കുന്നതിന്റെ മുമ്പുള്ള ഉപദേശമാണ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. യഹൂദികളെ നസാറാക്കളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ഈ ഒരു ഹദീസെങ്കിലും നമ്മുടെ നാട്ടിലെ മുഴുവൻ പള്ളിക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ജാറത്തിന്റെ വരുമാനം എടുക്കാൻ കഴിയുമോ? പിന്നെ ഒരു ആണ്ട് ഉറൂസിന് വകുപ്പുണ്ടോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. ഒരു നേതാവിനോട് ഒരു അല്പം സ്നേഹം ഉണ്ടെങ്കിൽ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ ഒരു ഉപദേശമെങ്കിലും സ്വീകരിച്ചൂടെ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർക്ക് ശാപം കിട്ടാനുള്ള കാരണം അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. നിങ്ങളത് ചെയ്യരുത്. അതൊരു സൂചനയാണ്. ഞാൻ മരിച്ചാലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിന്റെ അടയാളമാണ്. പിന്നെ നബി തങ്ങൾ അടുത്ത ഉപദേശം കൊടുത്തു. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരീ വതനൻ യുഅബദ്. അല്ലാഹുവിനോടൊരു പ്രാർത്ഥനയാണ്. അല്ലാഹ്, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. ഖബർ എങ്ങനെ വിഗ്രഹാവുന്നു? അതിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ വിഗ്രഹത്തിന്റെ സ്ഥാനത്തായി. അങ്ങനെയാകരുത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ വിലപ്പെട്ട ഉപദേശം നൽകി. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലാ തത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കല്ലേ. കമാ തറത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിനെ അവിടുത്തെ ജനങ്ങൾ അതാ പ്രശംസിച്ച് വാനോളം പുകഴ്ത്തി ദൈവപുത്രനാക്കി അവതരിപ്പിച്ച പോലെ നിങ്ങൾ എന്റെ പേരിൽ അമിതമായ പ്രശംസയുണ്ടാകരുതേ. ഇത് പറഞ്ഞ ആ കൽപ്പന നമ്മൾ പാലിക്കേണ്ടതിന് പകരം നമ്മൾ പാടി പറഞ്ഞ് പ്രശംസിച്ച് തുടങ്ങി എവിടെ എത്തിയെന്നാൽ മദ്ഹ് പറഞ്ഞ് പ്രശംസിക്കുന്നതിന് പകരം നബിനെ അപമാനിക്കുന്ന വാക്കുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാളേക്ക് അങ്ങാടിയിലൂടെ മൈക്ക് വെച്ച് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ നിങ്ങൾ അർത്ഥം വെച്ച് പഠിക്കണം. അർത്ഥം വെച്ച് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുത്തിട്ടൊന്ന് വെറുതെ നിങ്ങൾ സ്വയം പഠിച്ചോ. എന്നെ മറ്റൊരാൾ പറ്റിച്ചു തോന്നണ്ടല്ലോ. ആ പറയുന്ന വാക്കിതാണ്, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മിൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ ഗദി. എന്റെ നബി തങ്ങളുടെ പേരിൽ സ്വലാത്തുണ്ടാവട്ടെ. ശരി, നല്ല കാര്യമാണ്. പിന്നെ മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ ഗദി. നാളെ പരലോകത്തുനിന്ന് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന നബിയേ. നമ്മളെല്ലാരും നരകത്തുനിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കല് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അല്ലാഹ് ഞങ്ങളെ നരകത്തുനിന്ന് രക്ഷിക്കണം. ഈ വാക്കെന്താ? നരകത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന നബിയേ. ഇത് പ്രശംസയാണോ അപമാനിക്കലാണോ? അത് കഴിഞ്ഞാൽ കാണാം, സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. കേൾക്കുമ്പോൾ നല്ല അറബി വാക്കുകളായതുകൊണ്ട് നമുക്ക് ഭയങ്കര രസം തോന്നും. അത് കഴിഞ്ഞിട്ട് അൻത മുൻജീനാ മിനൽ ഹറഖി മിൻ ലഹീബിൻ നാരി വൽ അജജി. നിങ്ങളാണ് നബിയെ ഞങ്ങളെ ആളിക്കത്തുന്ന നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് രക്ഷിക്കുന്നത്. ഫാത്തിമ ബിനോട് എന്താ പറഞ്ഞേ? ഫാത്തിമ, നീ നിന്റെ തടിനെ നരകത്തുനിന്ന് രക്ഷിക്കണട്ടോ, എനിക്ക് പറ്റൂല. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ രക്ഷിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീർ ഉറ്റി വീഴാൻ സാധ്യതയുള്ള ആ കാര്യത്തിൽ നിന്ന് ഞങ്ങളൊക്കെ രക്ഷിക്കണം. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്ത് തരണം നബിയെ. അഷ്റഖൽ ബദർ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും.
നല്ലതാ. യാ വലിയൽ ഹസനാതി യാ റഫീഅ ദറജാതി അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഇടയെ കൂടെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. കഫിറൻ അന്നീ ദുനൂബി വഗ്ഫിറൻ ലിസയ്യിആതി. നബിയേ, എന്റെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നിങ്ങൾ പുറത്തു തരണം. നിങ്ങൾ ആരാ? അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി. നിങ്ങൾ ഗഫാറാണ്. അള്ളാന്റെ പേരാണ് ഗഫാർ, അള്ളാന്റെ പേരാണ് ഗഫൂർ. ഇതൊക്കെ നബിക്ക് ഇട്ടുകൊടുത്തു. അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാ. ഇതൊരിക്കലും പ്രശംസകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്നേഹിക്കുന്ന മനുഷ്യരാണെങ്കിൽ ഒരിക്കലും ആ ഉപദേശങ്ങളെ ചവിട്ടി മാറ്റാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വസീയത്തുകൾ ധാരാളമായി ഇവിടെ ഇന്ന് പുലർത്തേണ്ട, അത് ശരിയാക്കി പാലിക്കേണ്ടവരാണ് നമ്മളെങ്കിൽ ആ നബിന്റെ വിയോഗം പോലും ആഘോഷിക്കുന്ന അവസ്ഥയാണ്. അവർ ഒരിക്കലും നബിന്റെ വസീയത്തുകൾ അനുസരിക്കുന്നില്ല. മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ഒരു വ്യാഴാഴ്ച ദിവസം നബി തങ്ങൾ പ്രത്യേകമായി ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ജസീറത്തുൽ അറബിനെ കുറിച്ച് പറഞ്ഞു, മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒഴിവ് വരുത്തരുത്. കല്യാണം, ടൂറാണ്, സൽക്കാരാണ്, ഇതൊന്നും നിസ്കാരം ഒഴിവാക്കാൻ കാരണമല്ല. നിങ്ങൾ ഏത് ഘട്ടത്തിലും നമസ്കാരം ഒഴിവാക്കരുതെന്ന ഉപദേശം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ വരെ 4 നേരം ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ കഴിഞ്ഞു. ഇശാഇന്റെ സമയം എത്തിയപ്പോഴത്തേക്ക് നബിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ബോധം വന്നപ്പോഴും ചോദിക്കുന്നത്, അവർ നമസ്കരിച്ചോ? അസ്വല്ലന്നാസ്, അവർ നിസ്കരിച്ചോ എന്നാണ്. അവിടെ ആളുകൾ നിസ്കരിക്കണില്ലേ? അതിൽ വീഴ്ച വരുത്തരുതേ എന്ന് ബോധം തെളിഞ്ഞു വരുമ്പോഴും ചോദിക്കുകയാണ്. അങ്ങനെ ചിലപ്പം ബോധം വരുമ്പോ പറയുന്നുണ്ട്, എനിക്ക് ലേശം വെള്ളം സൗകര്യമാക്കി കാട്ടി എന്റെ തലയിലൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ ബോധം തെളിഞ്ഞു വരുമ്പോഴൊക്കെ നമസ്കാരത്തിന്റെ കാര്യം ഇടക്കിടക്ക് ചോദിക്കുകയാണ്. നബി, അവര് നിങ്ങൾ വരും എന്ന പ്രതീക്ഷയിൽ, നിങ്ങൾ ഇമാമ നിൽക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. എത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയേ, എന്നിട്ട് അവിടെ നമസ്കാരം ആരംഭിക്കാൻ പറഞ്ഞു. ഇങ്ങനെ അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം, ഓരോ ദിവസങ്ങളിൽ നടന്ന ചരിത്രമുണ്ട്. ചുരുക്കി പറയാം, ഇത്ര വ്യക്തമായി പ്രവാചകന്റെ മരണം പറഞ്ഞിട്ടും ഇത്ര വ്യക്തമായ ഒരു സൂചന പോലും ഇല്ലാത്ത ജനനത്തെപ്പറ്റി മാത്രമാണ് അവർ സംസാരിക്കുന്നത്. ജനങ്ങൾ ഈ മരണം നടന്നതിന്റെ തലേ ദിവസം ഒരു ഞായറാഴ്ച നബി തങ്ങളുടെ ചരിത്രത്തിലെ അമൂല്യമായ ചില സംഭവങ്ങൾ പറയാ. ഒരാളും മരണത്തിന്റെ സൂചനകൾ വരുമ്പോ എത്രമാത്രം ഒരുങ്ങണമെന്നതിന്റെ അടയാളം, തന്റെ കീഴിലുണ്ടായിരുന്ന അടിമകളെ മുഴുവൻ അന്ന് മോചിപ്പിച്ചു. തന്റെ കീഴിലുള്ള അടിമകളെ മുഴുവൻ അന്ന് മുതൽ സ്വന്തമാക്കിപ്പെട്ടു. പിന്നെ കയ്യിലാകെയുണ്ടായിരുന്നത് 7 ദീനാറായിരുന്നു. 7 ദീനാർ ദാനം ചെയ്തു. വയ്യാതെ സുഖമില്ലാതെ കിടക്കണ, ഇനെന്ത് ദീനാർ? കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള സമ്പത്ത് അങ്ങ് ദാനം ചെയ്തു. കോടികൾ കയ്യിൽ പിടിച്ച് ലക്ഷങ്ങൾ എണ്ണി നോക്കി. അക്കൗണ്ടിലെ തന്റെ പണത്തിന്റെ സുഖം ഇങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ് മരിക്കുന്നതിന്റെ മുമ്പ് ആകെ അവസാനമായി കയ്യിലുണ്ടായിരുന്ന 7 ദീനാർ പോലും എങ്ങനെയെങ്കിലും ദാനം ചെയ്ത് പ്രതിഫലം വാരിക്കൂട്ടാൻ കൊതുക്കുകയാണ്. നമ്മളൊക്കെ എവിടെയെന്ന് ചിന്തിച്ചുകൂടാ. എത്രയോ വാപ്പമാർ ഒരുപാട് സമ്പത്തുണ്ടാക്കി അവസാനം മരണശേഷം മക്കൾ കോടതിയിലാണ്. ഈ പണത്തിന്റെ പേരിൽ ഇന്ന് വരെ ഒരു ഇടപാടിൽ ഒരു കുടുംബ വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നു. സമ്പത്തിന്റെ പേരിൽ അതൊന്ന് വീതിച്ചെടുക്കാൻ പോലും പറ്റാതെ, ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പോലും തയ്യാറാവാതെ കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാര് പെങ്ങളുമാര് വരെ തല്ലിലാണ് സമ്പത്തിന്റെ പേരിൽ. ഇവിടെയാണ് മാതൃകയായി പഠിപ്പിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു വാളുണ്ടായിരുന്നു, ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ സഹായിച്ചത്, അതും എടുത്ത് ദാനം ചെയ്തു. വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ ആയിഷ ബീവിക്കൊന്ന് വിളക്കിലൊന്ന് എണ്ണ ഒഴിക്കാൻ പോലും ഇല്ലാത്തത് കൊണ്ട് കടം മേടിച്ചുകൊണ്ട് സഹായം ആവശ്യപ്പെട്ടത് എങ്ങം വരെ അയൽവാസിയിൽ നിന്നുണ്ടായി. അവസാന നിമിഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊക്കെ ഘട്ടത്തിലും നമസ്കാരത്തിന്റെ ഗൗരവം ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തി. അതാ തൊട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മരണം വരുന്ന ആ സമയം വരുന്ന രംഗത്ത് പറയുന്നുണ്ട്, എനിക്കെന്തോ എന്നറിയില്ല, പണ്ട് ഖൈബറിന്റെ പരിസരത്ത് വെച്ച് ആ പെണ്ണ് തന്ന ആ വിഷം പുരണ്ട ഭക്ഷണമില്ലേ ആയിഷ, അതിന്റെ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഒരു വിഷം കഴിച്ച ഭക്ഷണത്തിന്റെ അംശം, അതിന്റെ വേദന ഞാൻ ഇന്നും അനുഭവിക്കുന്നുണ്ട്.
വേദന ഇങ്ങനെ കൂടി വരാൻ തുടങ്ങിയപ്പോ ഫാത്തിമ ബീവി വാപ്പാനെ കാണുകയാണ്. ഏതൊരു പെൺകുട്ടികൾക്കും തന്റെ മക്കൾ തന്നെ നിനക്ക് വാപ്പാനോടുള്ള വല്ലാത്തൊരു സ്നേഹമുണ്ടാകും. ഫാത്തിമ ബീവിക്ക് അത് ഉണ്ട്. അവിടുന്ന് പറയാണ്, വാ കർബാബ, എന്റെ വാപ്പാക്ക് എന്ത് വിഷമമാണ്, എന്ത് വേദനയാണ്. നബി തന്റെ മകളെ സമാധാനിപ്പിക്കുകയാണ്. ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഇന്ന് കഴിഞ്ഞാ നിങ്ങളുടെ വാപ്പാക്കിനി ഒരു പ്രയാസവും ഉണ്ടാകൂല. സമാധാനിപ്പിച്ചു കൊടുക്കുക. മറ്റൊരു രംഗം കാണാൻ സാധിക്കും. മരണസമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്ക് കൊണ്ട് പല്ല് തേപ്പിച്ചു കൊടുത്ത് ആയിഷ ബീവി കടിച്ച് നല്ല മയപ്പെടുത്തിട്ട് നബിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ രംഗം പറയാണ്, തുവഫിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈതി, നബി തങ്ങൾ മരിക്കുന്നത് എന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ആയിഷ ബീവി പറയാ, എന്റെ വീട്ടിൽ വെച്ചാണ്. വഫീ നൗബതിഹി, എന്റെ അവസരത്തിലായിരുന്നു. വബൈന സഹരി വനഹരി, എന്റെ മടിത്തട്ടിൽ, എന്റെ വിരിമാറിൽ, എന്റെ കാലിൽ കിടന്നാണ് നബി തങ്ങൾ മരിച്ചത്. വജമഅല്ലാഹു ബൈന റീഖി വരീഖിഹി, എന്റെയും നബിന്റെയും മുഅ്മിനീരാണ് അവസാനമായി ചേർന്നത് ആ റാക്കിലൂടെ. സഹോദരങ്ങളെ, ഒരുപാട് കാലം ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ട് അവസാനം ആ ഭാര്യമാരുടെ തൃപ്തിയിലും സന്തോഷത്തിലും മരിക്കാൻ കഴിയാത്ത എത്രയെത്ര വാപ്പമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. സമൂഹത്തിൽ വലിയ വലിയ വിപ്ലവകാരികൾ, ചിന്താ ഗവേഷകന്മാര്, വിദ്യാഭ്യാസ വിചക്ഷണന്മാര്, ഭാര്യയില്ല, മക്കളില്ല, കുടുംബങ്ങളില്ലാതെ അലയുന്ന എത്ര പേരെ കാണാൻ സാധിക്കുകയാണ്. നേതാവാകുന്ന നമ്മുടെ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പഠിപ്പിക്കുകയാണ്. ഭാര്യമാരുടെ സ്നേഹലാളനയിൽ, അവിടുത്തെ പരിചരണത്തിൽ, അവിടുത്തെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് മരിക്കാൻ കഴിയുക ഒരു കുടുംബനാഥന് ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമായി അവിടെ കാണാൻ സാധിക്കുകയാണ്. അവസാന സമയത്തത് ആ വേദന ഇങ്ങനെ മൂർച്ഛിക്കാൻ തുടങ്ങിയപ്പോൾ നബിക്ക് മനസ്സിലായി. അവിടുന്ന് പറയാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. സഹോദരങ്ങളെ, ഈ നേതാവ് പോലും പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. മരണത്തിന് വല്ലാത്ത വേദനയാണ്. കടിച്ചമർത്താൻ കഴിയാത്ത, ഗുളിക കൊണ്ട് മരുന്നുകൊണ്ട് മാറ്റാൻ കഴിയാത്ത വല്ലാത്ത വേദന മരണത്തിനുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഫിർറഫീഖിൽ അഅ്ലാ എന്ന് 3 തവണ കൈകൾ ഉയർത്തിയിട്ട് പറയുകയാണ്. അവിടെ വെച്ച് ആയിഷ ബീവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് അവസാനത്തെ ശ്വാസവും നിലക്കുകയാണ്. ഈ രംഗം അങ്ങ് കാണുന്നതോടുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം ബോധവും നഷ്ടപ്പെട്ടവനെ പോലെയായി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാ, മദീനയാകെ ഇരുട്ടായ പോലെയായി. എല്ലാ വെളിച്ചമുണ്ടായിട്ടും അവിടുന്ന് കരയുകയാണ് ആളുകൾ. വല്ലാത്ത വിഷമത്തോടുകൂടെ അവരാ രംഗം ഓർമ്മിച്ചെടുക്കുകയാണ്. ഒരു ളുഹാ നമസ്കാരത്തിന്റെ, ഒരു ളുഹായുടെ സമയത്താണ് ഈ മരണം നടന്നിരിക്കുന്നത്. ആ ളുഹായുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടക്കുകയാണ്. ആ മരണം നടന്ന സമയത്ത് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ സമയത്ത് മുട്ടും പാട്ടുമൊക്കെയാണ്, ഘോഷയാത്രകളാണ്, വഴിതടയലുകളാണ്, മുട്ടായി വിതരണങ്ങളാണ്, പലതും നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞു, വഴിയിൽ കിടക്കുന്ന ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ് ഇസ്ലാമിലെ സുന്നത്ത്. വഴി തടയലല്ല, ബ്ലോക്ക് ഉണ്ടാക്കലല്ല ഇസ്ലാമിലെ സുന്നത്ത്. എന്ത് പേര് പറഞ്ഞാലും, അത് ഹർത്താലായാലും ബന്ദായാലും സമരമായാലും ഏത് സംഘടനയായാലും ഏത് പാർട്ടിയായാലും, ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം, വഴി തടസ്സപ്പെടുത്തുക, വാഹനങ്ങൾക്ക് കല്ലെറിയുക, കടകൾ അടപ്പിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടിക്കുക, അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പാർട്ടികൾ മുതൽ വലിയവർ വരെ ഏതൊക്കെ ആളുകളാണെങ്കിലും മുസ്ലിമായ മനുഷ്യനതിനെ പിന്തുണക്കാൻ കഴിയൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയൊരു അധ്യാപനമാണ്. ഇങ്ങനെ ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം, എന്തൊരു മുസീബത്ത് നമുക്ക് ബാധിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം. ഇദാ സാബ അഹദുഹും മുസീബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ ഫൽയദ്കുർ മുസീബതഹു ബി, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ വിപത്തിനെ കുറിച്ച് അഥവാ നബിന്റെ മരണത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബി, വിപത്തുകളിൽ, പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ വെച്ചേറ്റവും വലിയ ദുരിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. ഖിയാമത്ത് നാളിന്റെ 10 അടയാളങ്ങളിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് വഫാത്തി, എന്റെ മരണമാണ്.
അതുകൊണ്ട് അത് ആലോചിക്കുക, അതിൽ നിന്ന് പഠിക്കുക. ദീനിനെ നാട്ടിൽ നിന്ന് പഠിക്കാതിരിക്കുക. മൊറോക്കോയിലുണ്ട്, ജോർദാനിലുണ്ട്, ഫലസ്തീനിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ടെന്ന് പറയുമ്പോൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഇത്തരത്തിൽ ഈ ദീനിനെതിരായ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? സഹോദരങ്ങളെ, തെറ്റ് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മിണ്ടാതിരിക്കേ. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, കൈ കൊണ്ട് തടുക്കണം. ഓ ബിലിസാനിഹി, അല്ലെങ്കിൽ നാവ് കൊണ്ടെങ്കിലും അതിനെ തടുക്കാൻ നോക്കണം. എന്നാൽ നമ്മൾ ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കണം. അതെവിടെയാ? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾക്ക് പരലോകത്തിലും അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ? ഫൽയഖുൽ ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം. ഔലിയസ്മത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. നമ്മുടെ നാവുകൊണ്ട് മറ്റുള്ളവർക്ക് ഷർറ് പരത്തുക, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക, അങ്ങനത്തെ ഘട്ടം വരികയാണെങ്കിലോ മിണ്ടാതിരിക്കണം. എന്നാൽ തിന്മ കാണുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കല്ല വേണ്ടത്, പറയാനുള്ളത് നമ്മൾ പറയണം. അത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നസീഹത്തിന്റെയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മാന്യമായി നമ്മളത് ബോധ്യപ്പെടുത്തുക. എന്റെ സഹോദരങ്ങളെ, ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ പാഠങ്ങളെ ശരിക്കും ഉൾക്കൊള്ളാൻ, അതിൽ നിന്ന് ഏറിയ ചിന്തയോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.